കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തറിന്റെ ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ മാഹി മേഖലയിലെ വിതരണോദ്ഘാടനം മാഹിയിൽ നടന്നു. പുതുച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം മന്ത്രി ഇ വത്സരാജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാഹിയിലെ 100 പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനമാണ് നടന്നത്. പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് പുസ്തകം ഏറ്റുവാങ്ങി. എക്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള പുസ്തകം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി പി രവീന്ദ്രൻ രമേശ് പറമ്പത്ത് MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. മുതിർന്ന പത്രപ്രവർത്തകൻ മികവാർന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്ത് നടന്ന ഓർമ്മകൾ, ആ ഓർമ്മകൾ ഒരു കാലഘട്ടത്തിൻ്റെ അവിസ്മരണീയമായ സംഭവവികാസങ്ങളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ആ താലിമാല എവിടെ പോയി എന്ന ഒരു പുസ്തകവും, രണ്ടാമത് ആ കാറും 7 മരണവും എന്ന ആ പുസ്തകം, അതിലൊരുപാട് യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരുന്നതാണ്. തീർച്ചയായും വളരെ ദൂരവീക്ഷണത്തോടു കൂടി ആ കാലഘട്ടത്തെ ഇന്ന് പുസ്തക രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട നവാസിനെ എൻ്റെ വളരെ അഭിവാദ്യം ഞാനിവിടെ അറിയിക്കുകയാണ്. മാഹി പ്രസ് ഫോറത്തിലേക്കുള്ള പുസ്തകം കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ജയന്ത് ഏറ്റുവാങ്ങി. മലബാർ വിഷൻ MD പാറായി മനോഹരൻ, COA മേഖലാ പ്രസിഡന്റ് ഷാജി കോറോത്ത്, കണ്ണൂർ വിഷൻ ഡയറക്ടർ MK ഹരികൃഷ്ണൻ, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവർ സംസാരിച്ചു. ഓരോ സംഭവങ്ങളുണ്ടാവും, പത്രം അടിക്കും. അങ്ങനെ വളരെ സാഹസപ്പെട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരവസ്ഥയിൽ, ആ അവസ്ഥയിലാണ് ഞാനുണ്ടായിരുന്നത്. മെല്ലെ ആ കാർ എടുത്ത അതേ കാർ പുറത്ത് തന്നെ കയറ്റിയിട്ട് നേരെ ജനറൽ ആശുപത്രിയിലേക്ക് ഓടുന്ന ഒരു രംഗത്തിലാണ് ആ അധ്യായം. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വെട്ടേറ്റ് മുഖം പിളർന്ന് കൈ വെട്ടി അറ്റ് തൂങ്ങിയ നിലയിൽ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്ന ഒരാളെ കാണും. അയാളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ഒരാളുടെ പേര് പറയുന്നു, ഞാനറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ അഡ്രസ്സും ഡീറ്റെയിൽസെല്ലാം എടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു സംഘം പോകുന്നുണ്ട്. അവർ എൻ്റെ ഓഫീസിൻ്റെ മുന്നിലുള്ള ലോറൻസ് റോഡിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ വെട്ടിക്കൊള്ളുന്നു. അങ്ങനെ എൻ്റെ കാറ് ആ കാർ പോർച്ചിൽ കിടന്നു. തുടർന്ന് 7 കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും നടക്കുന്നതാണ് ആ അധ്യായം. എൻ്റെ കഴിഞ്ഞ പുസ്തകത്തിൽ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകവും ഇതുപോലെ സംഘർഷമാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങൾ മാത്രമേ സംഘർഷമുള്ളൂ. ബാക്കിയെല്ലാം തലശ്ശേരിയും എൻ്റെ ജീവിതവുമാണ്. പ്രിയപ്പെട്ട വായനക്കാർ, ഇത് പ്രിൻ്റ് പുസ്തകം ഇറങ്ങിയോണ്ട് കാര്യമില്ല, ആളുകൾ വായിച്ചവരിലേക്ക് എത്തിയാലേ അതിന് മൂല്യമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വായനക്കാർ എൻ്റെ പുസ്തകം സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.